പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പ്രവാസി അസോസിയേഷൻ പാർട്ടി ആദ്യമായിട്ടാണ് പ്രവാസികളുടെ പേരിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. UDF-നോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കണം എന്നവർ അഭ്യർത്ഥിച്ചു. അവരുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് അവരെ UDF-ൽ ഒരു പ്രത്യേക ക്ഷണിതാവായി പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ ഘടകകക്ഷിക്ക് തുല്യമായ സ്റ്റാറ്റസ് തന്നെയാണ്. UDF-നോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം അംഗീകരിച്ചുകൊണ്ട് അവരെ UDF-ന്റെ ഈ ഏകോപന സമിതിയിൽ പ്രത്യേക ക്ഷണിതാവായി ക്ഷണിക്കുന്നതാണ്. രാജേന്ദ്രൻ വെള്ളപ്പാലത്താണ് സംഘടനയുടെ ചെയർമാൻ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് UDF വിപുലീകരിക്കുന്നത്. UDF-ൽ എടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി നേരത്തെ തന്നെ കത്ത് നൽകിയിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികൾക്ക് നിരുപാധികം പിന്തുണയും KPA പ്രഖ്യാപിച്ചിരുന്നു. KPAയുടെ ശക്തി മേഖലകളിൽ UDF-ന്റെ വോട്ട് വിഹിതം വർദ്ധിച്ചതും ഘടകകക്ഷിയായി എടുക്കുവാനുള്ള തീരുമാനത്തിന് വേഗം കൂട്ടി. 4.5 ലക്ഷത്തോളം രജിസ്ട്രേഡ് മെമ്പർമാർ KPAക്കുണ്ട് എന്നാണ് സംഘടന അവകാശപ്പെടുന്നത്. പ്രവാസികൾ നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രീയ പാർട്ടിയാണ് കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി. പ്രവാസികളാണ് തുടങ്ങിയതെങ്കിലും KPAയിൽ ഇപ്പോൾ അംഗങ്ങളായി എല്ലാ വിഭാഗം ആളുകൾ ഉണ്ട് എന്നും സംഘടന അവകാശപ്പെടുന്നു. CPM-ൽ നിന്ന് വിട്ടുവന്നവരാണ് കൂടുതലായും അംഗങ്ങളെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നടന്ന UDF യോഗത്തിൽ KPA ദേശീയ ചെയർമാൻ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് പങ്കെടുക്കുകയും ചെയ്തു. മാവൂർ ഗോളിയോർ റയോൺസ് ജനകീയ സമരസമിതി ചെയർമാൻ കൂടിയാണ് രാജേന്ദ്രൻ വെള്ളപ്പാലത്ത്. അശ്വനി നമ്പാറത്താണ് KPA പ്രസിഡന്റ്. റജി രാജു ജനറൽ സെക്രട്ടറിയും സുബേർ കുന്നേടത്ത് ട്രഷററായും പ്രവർത്തിക്കുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF വികസിപ്പിക്കാൻ പദ്ധതിയുണ്ടായിരുന്നു. നിലവിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ്, PJ ജോസഫ് വിഭാഗം, AA അസീസ് നേതൃത്വം നൽകുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, CP ജോണിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജെ, അഡ്വക്കേറ്റ് റാം മോഹന്റെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, മാണി സി കാപ്പന്റെ കേരള ഡെമോക്രാറ്റിക് പാർട്ടി, KK രമയുടെ റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, നാഷണൽ ജനതാദൾ, JSS നാഷണൽ എന്നീ സംഘടനകളാണ് UDF-ലുള്ളത്. 11 കക്ഷികൾ ഇടതുപക്ഷത്തും നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. KPA കൂടി UDF-ലെത്തുമ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാർട്ടികളുള്ള മുന്നണിയായി UDF